പുതിയുഗയാത്രയിലെ പിടിവലി റിപ്പോർട്ടുകൾ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജാഥയുടെ ശോഭ കെടുത്താനാണ് ശ്രമം. നിസ്സാര കാര്യങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്നെന്നും വി ഡി സതീശൻ പറഞ്ഞു. ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത, അത് ശരിയല്ല. എന്തിനാ ജാഗ്രത? ആരെ തടഞ്ഞ്? എന്റെ ദീപകെ, ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ, ഇല്ലാതെ. അതായത് എന്നെ പ്രസംഗിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കാൻ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നൊരാൾ. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, സംസാരിച്ചാൽ സമയത്ത് തീരില്ല. എൻ്റെ സംസാരം നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു എന്നോട്. പുള്ളി പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല. സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അത് തന്നെ ഷാഫിയും പറഞ്ഞു ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല സമയം വൈകി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രമോദിനെ നിർബന്ധിച്ച് നീ എവിടെ പോയി ഇരിക്കണ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെ, വീട്ടിലുണ്ടാകുന്ന പോലെ കാര്യമല്ലേ. ഷാഫി പറമ്പിൽ എം പി നീരസം പ്രകടിപ്പിച്ചതല്ലെന്നും വേദിയിലുണ്ടായത് സ്നേഹത്തള്ളലാണെന്നും DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിന്റെ പ്രതികരണം. ഇന്നലെ വന്ന വാർത്തകളൊക്കെ തന്നെ വാസ്തവവിരുദ്ധമാണ്. നിങ്ങൾ ദയവായി അതിൻ്റെ പുറകെ പോരുത്. ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫിയെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും മുന്തും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല. 1.5 മണിക്കൂർ വൈകിയെത്തിയൊരു ജാഥയുടെ കൃത്യമായ ക്രമീകരണം വേണ്ടതുകൊണ്ട് ശേഷിക്കുന്ന പരിപാടി നടക്കാൻ വേണ്ടി ഞങ്ങൾ ക്രമീകരണം നടത്തി. ഷാഫി പറമ്പിൽ എം പി ദേഷ്യത്തോടെ അല്ല തന്നോട് പ്രതികരിച്ചതെന്ന് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലും പറഞ്ഞു. അയ്യോ, ഒരിക്കലും അങ്ങനത്തെ ഒരു വിഷയം പറയപ്പെടുന്നത് പോലുള്ള ഒരു വിഷയവും അവിടെ ഉണ്ടായിട്ടില്ല. ജാഥാ നായകൻ വി ഡി സതീശൻ ഒരു 1.5 മണിക്കൂർ വൈകിയായിരുന്നു കുറ്റ്യാടി എത്തിയത്. എങ്ങനെയും പരിപാടി പെട്ടെന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് നേതാക്കന്മാരുടെ തീരുമാനമായിരുന്നു. അതേസമയത്ത് വടകര MP അവിടെ പ്രസംഗിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമായി. അത് ഓൾറെഡി സമയം ലേറ്റായി, ഇനി പ്രസംഗിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കടുത്ത നിലപാട് ഷാഫി പറമ്പിൽ എടുക്കാനുണ്ടായി. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ സാറ് MP പ്രസംഗിച്ചേ പറ്റൂ എന്ന് ഞങ്ങൾ ചാഢ്യം പിടിക്കുകയും അത് പറ്റില്ല എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് പോകാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. ദീപക് ധർമ്മടം വിവരങ്ങൾ വെച്ചാൽ ദീപക്, DCC അധ്യക്ഷൻ പറയുന്നത് ഒരു സ്നേഹത്തള്ളലാണ് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ഒരു വാക്ക്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ പ്രകടനങ്ങളായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്, അല്ലേ? ദീപക്. ആഷ്മി, യഥാർത്ഥത്തിൽ ഇന്നലെ കുറ്റ്യാടിയിലെ സംഭവം വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിച്ചു. അതിനെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായത് ഒരു കുടുംബത്തിലെ പ്രശ്നം മാത്രമാണ്, ഇതൊരു കോൺഗ്രസ് ആണ്, കോൺഗ്രസിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അച്ചടക്കമില്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നു. മാത്രവുമല്ല, പ്രമോദ് ഷാഫി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു, ഷാഫി പ്രസംഗിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. അത് നിർബന്ധിച്ചപ്പോൾ താൻ അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞതാണ്. അതൊരു കുടുംബത്തിൽ നടക്കുന്നത് മാത്രമാണ്, നിങ്ങൾ ഇല്ലാത്തത് പ്രചരിപ്പിക്കല്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മറ്റൊരു കാര്യം, ഒരു മാധ്യമം പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദിയിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണു എന്ന് വാർത്ത കൊടുത്തിരുന്നു. അവരെ വെല്ലുവിളിക്കുകയാണ് തെളിയിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഏതായാലും വളരെ രസകരമായൊരു ടെർമിനോളജി ആഷ്മി പറഞ്ഞതുപോലെ സ്നേഹത്തള്ളൽ എന്ന ഒരു മലയാള പദാവലിയിലേക്ക് ഒരു പദം കൂടി വന്നിരിക്കുകയാണ്. അത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് അത് പറഞ്ഞത്. അത് പ്രമോദ്, DCC സെക്രട്ടറി അധ്യക്ഷനായിരുന്ന പ്രമോദും പറയുകയാണ് അത് സ്നേഹത്തോടു കൂടിയുള്ളായിരുന്നു തള്ളൽ എന്നുള്ളതാണ്. ഏതായാലും ഷാഫി പറമ്പിലിൻ്റെ ഇന്നലെ കുറ്റ്യാടിയിൽ ഉണ്ടായ സംഭവം വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് ചർച്ചയായിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ വി ഡി സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് ഇതുവരെ ഏതെങ്കിലും രീതിയിൽ മറ്റൊരു പ്രചരണം എതിരായി വന്നില്ല. പക്ഷേ ഈ കുറ്റ്യാടി സംഭവം വലിയ രീതിയിൽ പ്രചരണമായി. അതുകൊണ്ട് തന്നെ നേതാക്കളെല്ലാം ഒരേ സ്വഭാവത്തിൽ പ്രതികരിക്കുകയാണ്. ആ വേദിയിലുണ്ടായിരുന്ന പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെ ഇപ്പോൾ കൃത്യമായി പറയുന്നു അങ്ങനെ ഒരു സംഭവമില്ല, അവിടെ പ്രസംഗിക്കണ്ട എന്ന് ഷാഫി പറഞ്ഞു, പ്രസംഗിക്കാൻ നിർബന്ധിച്ചു. അതിലുള്ള ഒരു സ്നേഹമിശ്രണമായ ശാസന, സ്നേഹത്തള്ളലെന്ന് നമുക്ക് വിളിക്കാം. അതാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ തന്നെ പറഞ്ഞത്. അങ്ങനെ ഇല്ലാത്തൊരു വാർത്ത ഉണ്ടാക്കല്ലേ എന്ന്. പക്ഷേ ദൃശ്യങ്ങളെല്ലാം പറയുന്നത് വളരെ കൃത്യമായി അത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയമായി നേതാക്കളെല്ലാം അതിനെ തള്ളുകയാണ്. പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറയുന്നു ഒരു കുടുംബത്തിലെ സംഭവം മാത്രമാണ് അതെന്ന്. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന് ഈ യാത്ര, പുതിയ യാത്ര വളരെ പ്രധാനപ്പെട്ട നിർണായകമായ യാത്രയാണ്. അത് വലിയ ജനപങ്കാളത്തിൽ മുന്നേറുകയാണ്. അതിനിടയിൽ ഇനിയും ഇത്തരം സ്നേഹത്തള്ളലുകൾ ഉണ്ടാവുകയും സോഷ്യൽ മീഡിയയിൽ അത് അത്രയും വൈറലാവും ചെയ്യുന്നത് എത്രത്തോളം നല്ല സ്നേഹമാണ് എന്ന് കോൺഗ്രസ് ആലോചിക്കട്ടെ. തിരികെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.